ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 207 വാഴക്കിഴങ്ങിൻ്റെ നീര്. ഭാഗം 207 വാഴക്കിഴങ്ങിൻ്റെ നീര് ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ പിതൃ സഹോദര പുത്രനായിരുന്നു രാമൻ. അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ്റെ മൂത്ത കുട്ടിക്ക് വയറുവേദന വരുന്ന പതിവുണ്ടായിരുന്നു. ചികിത്സകൾ വളരെ നടത്തിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല. ഒരു ദിവസം അത് അസഹ്യമായ നിലയിലെത്തി. കുട്ടി കിടന്ന് പിടയുകയും ഞരങ്ങുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. വൈദ്യം നന്നായി അറിയാമായിരുന്നിട്ടും കുട്ടിക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന കാര്യത്തിൽ നാരായണന് നിശ്ചയമുണ്ടായതുമില്ല. അങ്ങനെ വിഷമിച്ചും ആലോചിച്ചും ഇരുന്നതിനിടയിൽ പണ്ടു നാണുവാച്ചാൻ കളരിയിൽ വെച്ച് പഠിപ്പിച്ചിരുന്ന ഈ ഒരു വാക്യം നാരായണൻ്റെ ഓർമ്മയിലെത്തി. വാഴക്കിഴങ്ങിലെ വെള്ളം സർവ്വരോഗ വിനാശനം. നാരായണൻ പെട്ടെന്ന് മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അവിടെ നിന്നിരുന്ന ഒരു കണ്ണൻ വാഴയുടെ ചുവട് വെട്ടി അതിൻ്റെ കിഴങ്ങ് ചുരണ്ടിയെടുത്തു. എന്നിട്ട് വേഗം അതരിഞ്ഞ് പിഴിഞ്ഞ് നീരെടുത്തു. ആ നീര് നിർബന്ധമായി കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടും ഫലമുണ്ടായില്ല. എന്ന് മാത്രമല്ല, കുട്ടി ജീവൻ പോകുന്നത് പോലെ കിടന്ന് പിടയുവാൻ കൂടി തുടങ്ങി. ആ നില കണ്ടിട്ട് നാരായണൻ്റെ മാതാവ് കുഞ്ഞിനെയും കൊണ്ട് തൃപ്പാദങ്ങളുടെ അടുത്ത് ഓടിച്ചെന്ന് സങ്കടം പറയുവാൻ ഉപദേശിച്ചു. അപ്പോൾ തന്നെ കുഞ്ഞിനെയും എടുത്ത് നാരായണൻ അരുവിപ്പുറത്തേക്ക് പുറപ്പെട്ടു. കുഞ്ഞിനെ തോളിൽ കിടത്തിക്കൊണ്ട് വളരെ ക്ഷീണിതനായി എത്തിച്ചേർന്ന നാരായണനെ കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, എന്ത്, ഇവന് സുഖമില്ലേ? നാരായണൻ, തീരെ സുഖമില്ല, കുട്ടി വയറുവേദന കൊണ്ട് പിടയുകയാണ്. ഗുരുദേവൻ, എന്നിട്ട് നീയൊന്നും ചെയ്തില്ലേ? നാരായണൻ, പല മരുന്നും കൊടുത്തു നോക്കി, പല വൈദ്യന്മാരെയും കാണിക്കുകയും ചെയ്തു. ഗുരുദേവൻ, വാഴക്കിഴങ്ങിൻ്റെ നീരെടുത്ത് കൊടുത്തു നോക്കിയോ? നാരായണൻ, അതും കൊടുത്തു നോക്കി. ഗുരുദേവൻ, എന്നിട്ടും ശമനമുണ്ടായില്ലേ? നാരായണൻ, ഇല്ല. ഗുരുദേവൻ, ഏതു വാഴയുടെ കിഴങ്ങുനീരാണ് കൊടുത്തത്? നാരായണൻ, കണ്ണൻ വാഴയുടെ. ഗുരുദേവൻ, ഏതെങ്കിലും വാഴയുടേതല്ല, കദളി വാഴയുടെ കിഴങ്ങിൻ നീരാണ് കൊടുക്കേണ്ടത്. നാരായണന് തൻ്റെ ചികിത്സയുടെ പിഴവിൽ അതിയായ ഖേദം തോന്നി. ഉടനെ ഗുരുദേവൻ കൽപ്പിച്ച പ്രകാരം ഒരു കദളി വാഴയുടെ കിഴങ്ങിൻ നീരെടുത്ത് കുട്ടിക്ക് കൊടുത്തു. അത് 3-4 പ്രാവശ്യം കുടിച്ചതോടെ കുട്ടിയുടെ വയറുവേദനയ്ക്ക് കുറവുണ്ടായി. ക്രമേണ ആ രോഗം പൂർണ്ണമായും ഭേദപ്പെടുകയും ചെയ്തു. ഭാവനീയ ഭഗവാൻ ഭവാംബുധോ നാവികൻ നിപുണ നാണു നാമകൻ ഭാവി ഭവ്യ ഭയനാശമൂലമെൻ ജീവദേശികനെനിക്കു ദൈവമേ. മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 207 വാഴക്കിഴങ്ങിൻ്റെ നീര് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.